ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കറിനെയും അർച്ചനയെയും ഞെട്ടിച്ചുകൊണ്ട് ജെകെ അങ്ങനെ പറയുകയാണ്, ഇനി മുതൽ അർച്ചന എൻ്റെ പെണ്ണാണ്. അർച്ചനയുടെ കഴുത്തിൽ ഞാൻ താലിയിട്ടിരിക്കും. ആ മുഹൂർത്തത്തിനായി താൻ കാത്തിരുന്നോ എന്ന് വിജയ് ശങ്കറിനോട് അങ്ങനെ ജെകെ വെല്ലുവിളിച്ച് പറയുകയാണ്. പിന്നീട് വരൂ അർച്ചന എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയുടെ കൈയും പിടിച്ചുകൊണ്ട് ജെകെ അർച്ചനയും വിളിച്ചുകൊണ്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ആകെ അമ്പരന്ന് നിൽക്കുന്ന വിജയ് ശങ്കർ ആണെങ്കിൽ അവരുടെ പിന്നാലെ അങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അർച്ചനെ പോവരുത്, നീ അവൻ്റെ കൂടെ പോകരുത്, ഇത് ചതിയാണ് അർച്ചനെ, നീ പോവല്ലേ എന്ന് വിജയ് ശങ്കർ അങ്ങനെ അലമുറയിട്ട് പറയുകയാണ്. എന്നാൽ ഇതെല്ലാം വിജയ് ശങ്കർ കാണുന്ന ഒരു സ്വപ്നമാണ്. രാത്രിയിൽ അങ്ങനെ അർച്ചനയും ജെകെയും കുറിച്ച് വിജയ് ശങ്കർ അങ്ങനെ സ്വപ്നം കണ്ട് കിടക്കുകയാണ്. പെട്ടെന്ന് വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയെ പോവല്ലേ എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് ചന്ദ്ര എഴുന്നേൽക്കുന്നത്. അർച്ചന എന്ന് പറയുന്നത് കേട്ട് ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് വിജയ് ശങ്കറിനോട് ദേഷ്യപ്പെടുകയാണ്. വിജയേട്ടാ, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ, അർച്ചനെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാണെന്ന് പറയാണ്. വീണ്ടും വിജയ് ശങ്കർ അങ്ങനെ കിടക്കാൻ പോകുമ്പോൾ ചന്ദ്രയാണെങ്കിൽ വിടുന്നില്ല. നിങ്ങളിപ്പോൾ അങ്ങനെ കിടക്കണ്ട, നിങ്ങളിപ്പോൾ അർച്ചനയല്ലേ സ്വപ്നം കണ്ട് കരഞ്ഞത്, അവളെക്കുറിച്ച് എന്ത് സ്വപ്നമാണ് നിങ്ങളിപ്പോൾ കണ്ടത്, അതെനിക്കറിയണം. അർച്ചനയെ വിളിച്ച് മോങ്ങാൻ മാത്രം എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് ഞാൻ കൂടി അറിയട്ടെ. എൻ്റെ സ്വഭാവം നിങ്ങൾ വെറുതെ മാറ്റരുത്. ഒന്നുമില്ലെന്നും പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ചു ഉറങ്ങാൻ മാത്രം മണ്ടിയല്ല ഞാൻ. നിങ്ങളുടെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് നിങ്ങൾ എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് പറയൂ വിജയേട്ടാ എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പം പറയുന്നുണ്ട്, അതൊരു സ്വപ്നമല്ലേ, വിട്ടേക്ക് ചന്ദ്രേ, എനിക്കാണെങ്കിൽ ആ സ്വപ്നം ഓർമ്മ വരുന്നില്ലെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഓർമ്മ വരുന്നില്ലെന്ന കള്ളം നിങ്ങൾ എന്നോട് പറയണ്ട, ഞാൻ വിശ്വസിക്കില്ല. ഇപ്പോൾ അർച്ചനയെ നിങ്ങൾ ഊണിലും ഉറക്കത്തിലും ഓർക്കുന്നു, അതുകൊണ്ടല്ലേ ഇപ്പോൾ സ്വപ്നവും കണ്ടത്. നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അർച്ചന നിങ്ങളെ വിട്ടുപോയി, അതല്ലേ നിങ്ങൾ സ്വപ്നം കണ്ട് കരഞ്ഞത്. ചന്ദ്രലേഖയേക്കാൾ മെച്ചം അർച്ചനയാണെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയോ? നിങ്ങളുടെ നാടകമെല്ലാം കണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഞാൻ. എൻ്റെ സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് വേറെയാണ്. സ്വന്തം ഭാര്യയോട് പറയാൻ പറ്റാത്ത എന്ത് സ്വപ്നമാണ് നിങ്ങൾ കണ്ടതെന്ന് ചന്ദ്ര അങ്ങനെ ദേഷ്യപ്പെട്ടു ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ചന്ദ്രേ, നീയൊന്ന് അടങ്ങ്, എനിക്കല്പം സ്വസ്ഥത വേണം. എനിക്ക് സ്വസ്ഥത തന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവും എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങിപ്പോവണമെങ്കിൽ പോയിക്കോ. അതും പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, എന്തേ ഇറങ്ങിപ്പോകുന്നില്ലേ എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. വിജയേട്ടാ, നിങ്ങൾ ഇപ്പം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതുണ്ടല്ലോ, അത് നിങ്ങൾക്ക് തന്നെ വിനയാവും. മര്യാദയ്ക്ക് എന്നെയും മക്കളെയും മാത്രം ഓർത്തിരുന്നാൽ മതി, ഇതാണ് നിങ്ങൾക്ക് നല്ലത്. എൻ്റെ സ്വസ്ഥത കളഞ്ഞ് നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങാമെന്ന് കരുതണ്ട. വീട്ടിൽ അത് നടക്കില്ല. ഇനി മേലാൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടുപോകരുത് എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങനെ പോയി കിടക്കുകയാണ്. വിജയ് ശങ്കർ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്ന കണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഇനി എന്താ കിടക്കാത്തത്, വിജയേട്ട വന്ന് കിടക്കുക എന്ന് പറയാണ്. ചന്ദ്രയാണെങ്കിൽ കിടന്നുകൊണ്ട് അങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇങ്ങേര് ഇനിയും അർച്ചനയെ ഓർക്കാണോ, എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ലല്ലോ എന്ന് പറയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്, അയാളും അർച്ചനയും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായോ എന്നങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അർച്ചന നേരെ ജെകെയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ജെകെ ആണെങ്കിൽ ഉമ്മർത്തിരുന്നു കൊണ്ട് എഴുത്തുപണിയിലാണ്. അപ്പോഴാണ് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. അർച്ചന ജെകെ കണ്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇന്ന് ഇയാൾ മദ്യപിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, ഇപ്പോഴാണ് സംസാരിക്കാൻ പറ്റിയ അവസരമെന്നോർത്ത് അർച്ചന അങ്ങനെ ജെകെ പോയി സാറെന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വന്നത് സാറിന് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുകയാണ്. ജെകെ ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന്. അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു, നിങ്ങളപ്പോൾ നല്ല ഫിറ്റായിരുന്നു, ഇപ്പോൾ സ്വബോധത്തോടെയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, ഞാൻ മദ്യപിക്കാറുണ്ട്, പക്ഷേ എൻ്റെ ജോലി സമയത്ത് ഞാൻ മദ്യം കഴിക്കാറില്ല. മദ്യം കഴിക്കേണ്ടി വന്നാൽ ഞാൻ ആ സമയത്ത് ജോലി ചെയ്യാറുമില്ല എന്ന് ജെകെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ വന്നപ്പോൾ നിങ്ങൾ മദ്യലഹരിയിലായതുകൊണ്ട് ഒന്നും ഓർമ്മയുണ്ടാവില്ല, അക്കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോൾ വന്നത് എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, മദ്യലഹരിയിലായിരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ കൂടുതൽ. വീടൊഴിയണ കാര്യം പറയാനല്ലേ നിങ്ങൾ വന്നത്, ഇനി പറയണമെന്നില്ല, അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഒരിക്കൽ പറഞ്ഞ കാര്യം പിന്നെ മാറ്റി പറയുന്ന ശീലം എനിക്കില്ല എന്നങ്ങനെ ജെകെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെ ഒരു തവണയൊന്നും പറഞ്ഞാൽ അനുസരിക്കുന്ന ആളല്ല നിങ്ങൾ എന്നെനിക്കറിയാമെന്ന് പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാനൊരു മര്യാദ ഇല്ലാത്തവനല്ലേ, അപ്പോൾ പിന്നെ എന്നിൽ നിന്ന് മര്യാദ പ്രതീക്ഷിക്കണ്ട,
ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങിയതല്ലേ, എന്നോട് സംസാരിച്ചു നിന്ന് വെറുതെ സമയം കളയണ്ട, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വീടൊഴിയുന്ന കാര്യം നിങ്ങൾ ഗൗരവമായി എടുത്തില്ലെങ്കിൽ അത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കും. നിങ്ങളുടെ വാടക കരാർ നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടി നിലനിൽക്കില്ല. നിങ്ങൾ മുടന്ത നയങ്ങൾ പറഞ്ഞ് ഈ വീടൊഴിയാതിരുന്നാൽ അത് പ്രശ്നമാവും. വരുന്ന ശനിയാഴ്ച വരെ നിങ്ങൾക്ക് ഞാൻ സമയം തരാം എന്ന്, അല്ലെങ്കിൽ അതിനു മുൻപായി നിങ്ങൾ ഈ വീടൊഴിഞ്ഞ് താക്കോൽ എനിക്ക് തരണം. ഇത് പറയാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറഞ്ഞ് അർച്ചന പോവാനായി നിൽക്കുമ്പോൾ JK പറയുന്നുണ്ട്, നിൽക്ക്, ഇവിടെയും ആജ്ഞ അനുസരിച്ചുള്ള ശീലം എനിക്കില്ല. ഞാൻ വീടൊഴിയുന്നതിന്റെ കാരണം എനിക്ക് കൂടി ബോധ്യമാവണം. ഇത് ബോധ്യമാവാത്ത കാലത്തോളവും, ഈ വീടിന്റെ എഗ്രിമെന്റ് കഴിയാത്ത കാലത്തോളം ഞാൻ ഈ വീട് ഒഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇന്നൊരു കാര്യം, എപ്പോഴെപ്പോഴും ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്. കാലാവധി കഴിഞ്ഞ് ഞാൻ വീടൊഴിയൂ, ഇതെന്റെ അന്തിമ തീരുമാനമാണെന്ന് JK അങ്ങനെ അർച്ചനയോട് പറയാണ്. ഇത് കേട്ട് അർച്ചനയ്ക്ക് ദേഷ്യം വന്ന് അർച്ചന തിരിച്ചു മറുപടി പറയുന്നുണ്ട്, ശനിയാഴ്ച വരെ നിങ്ങൾ വീടൊഴിഞ്ഞില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ഈ വീട് ഒഴിപ്പിച്ചിരിക്കും, ആണ് എന്റെ അന്തിമ തീരുമാനം എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അർച്ചന ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ് 2 പീഡന കേസിലെ പ്രതികൾ വന്ന് അർച്ചനയെ വഴിയിൽ വെച്ച് തടയുന്നത്. അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ 2 പ്രതികളും ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അർച്ചനയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വക്കീലിന് ഞങ്ങളെ മനസ്സിലായില്ലേ, ബസ്സിൽ വീട്ടമ്മയെ പീഡിപ്പിച്ച പീഡന കേസിലെ പ്രതികളാണ് ഞങ്ങൾ. നിങ്ങൾ ഞങ്ങളുടെ ജാമ്യം തടയുമല്ലേ, എന്നിട്ട് എന്തായി, ഞങ്ങൾക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയില്ലേ. ഞങ്ങൾക്ക് ജാമ്യം എടുത്തു തന്നത് വിജയ് ശങ്കർ സാറാണ്. അതേപോലെ ഒരു ഉണക്ക വക്കീൽ വിചാരിച്ചാൽ ഞങ്ങളുടെ ജാമ്യം തടയാനൊന്നും പറ്റില്ല എന്നങ്ങനെ ആ പ്രതികൾ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ ഈ ജാമ്യം അവസാന വാക്കല്ല, മേൽക്കോടതിയിൽ പോയാൽ നിങ്ങളുടെ ഈ ജാമ്യം റദ്ദാവുമെന്ന് പറയാണ്. അപ്പോഴേക്കും ആ കൂട്ടത്തിൽ ഒരു പ്രതി വേഗം തന്നെ അർച്ചനയുടെ വണ്ടിയിൽ കൈവയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കോടതിയിൽ നിങ്ങൾ ഞങ്ങളോട് കുറെ ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിച്ചു, നിങ്ങൾക്ക് വീട്ടമ്മയായാലും വക്കീലായാലും രണ്ടാളായാലും ഒരുപോലെയാണെന്ന് പറയാണ്. അർച്ചന അപ്പോൾ വേഗം തന്നെ തന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് പെപ്പർ സ്പ്രേ എടുത്ത് അവരുടെ മുഖത്തേക്ക് അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവര് വേഗം തന്നെ അർച്ചനയുടെ കൈകളിൽ കയറി പിടിക്കുകയാണ്. അങ്ങനെ അർച്ചനയെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ആകെ പേടിച്ചുകൊണ്ട് എന്നെ വിടടാ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അവരങ്ങനെ അർച്ചനയെ വിടാതെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചനയുടെ രക്ഷകനായി അച്ചു ഇൻസ്പെക്ടറായിട്ട് വരികയാണ്. അച്ചു പെട്ടെന്ന് തന്നെ വന്ന് ആ 2 പ്രതികളെയും അടിച്ചൊതുക്കുന്നുണ്ട്. അപ്പോഴേക്കും മറ്റു പോലീസുകാർ കൂടി വന്ന് ആ 2 പ്രതികളെയും പോലീസ് ജീപ്പിലേക്ക് കയറ്റിയാണ്. പിന്നീട് അർച്ചന അച്ചുവിനെ നേരിൽ കാണുന്നതും ആകെ സന്തോഷത്തോടെ അച്ചു എന്ന് വിളിക്കുകയാണ്. അച്ചു അപ്പോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഓക്കെ അല്ലേ, ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയാണ്. അച്ചു അപ്പം തന്നെ ഒന്നും മിണ്ടാതെ വേഗം പോയി പോലീസ് ജീപ്പിലേക്ക് കയറുകയാണ്. അർച്ചന അപ്പോൾ അടുത്തേക്ക് പോയി ചൂട മോനെ എന്ന് വിളിക്കുന്നുണ്ട്. അച്ചു അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വായു എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അർച്ചനയ്ക്കാണെങ്കിൽ അതുകൊണ്ട് ആകെ സങ്കടാവുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ആ പ്രതികളെ അച്ചു തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. പോലീസ് തൊപ്പി അഴിച്ചു വെച്ചുകൊണ്ട് അച്ചു തന്റെ ചേച്ചിയെ ഉപദ്രവിച്ച പ്രതികളെ തലങ്ങും വിലങ്ങുമായി ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആ പ്രതികളെ ലോക്കപ്പിലാക്കാനായി പറയുകയാണ്. അവിടെയുള്ള ഒരു വനിതാ പോലീസ് മനസ്സിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോഴാണ് ശരിക്കും ഇതൊരു പോലീസ് സ്റ്റേഷൻ ആയത്. CCTV കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അച്ചു സാറ് മിണ്ടാതിരുന്നത് അപ്പോൾ ഇതിനായിരുന്നല്ലേ എന്നങ്ങനെ ആ വനിതാ പോലീസ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് അർച്ചന അങ്ങനെ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. പോയതിനു ശേഷം നടന്ന കാര്യങ്ങളെല്ലാം ദീപ്തിയോട് പറയുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ ഇപ്പോൾ അച്ചുവാണ് ഇടപെട്ടിരിക്കുന്നത്, ഇത് ചിലപ്പോൾ അവന്റെ ജോലിയെ തന്നെ ബാധിക്കാം എന്നെല്ലാം അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ നീ വിളിച്ച് അച്ചുവിനോട് സംസാരിക്കേ, ആ പ്രതികളെ ഒന്നും ചെയ്യരുതെന്നും പോലീസ് സ്റ്റേഷനിൽ CCTV ഉണ്ടെന്നും അതുകൊണ്ട് ഒന്നും ചെയ്യരുതെന്ന് ഇപ്പൊ തന്നെ വിളിച്ചു പറയുന്ന ദീപ്തി അങ്ങനെ പറയുന്നുണ്ട്. അർച്ചന അപ്പൊ തന്നെ ഫോൺ എടുത്ത് അച്ചുവിനെ വിളിക്കുകയാണ്. അച്ചു ഫോൺ എടുത്ത് എന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, മോനെ നീ ആ പ്രതികളെ തല്ലൊന്നും ചെയ്യരുത്, അത് CCTV ഉള്ള സ്റ്റേഷനാണ്, ഈ അവരെ തല്ലിയാൽ വിജയ് ശങ്കർ CCTV ഫുട്ടേജ് എടുക്കും, ഇത് നിന്റെ ജോലിക്ക് പ്രശ്നമാവും, നീ വളരെയധികം സൂക്ഷിക്കണം. അച്ചു നീ അവരെ തല്ലിയോടാ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുകയാണ്. അച്ചു ഇപ്പൊ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചേച്ചി ആകെ ടെൻഷനിലാണ്, അതുകൊണ്ട് ചേച്ചിയോടൊന്നും പറയണ്ട എന്ന് വിചാരിച്ച്
അച്ചു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ജനമൈത്രി പോലീസ് സ്റ്റേഷനല്ലേ, അതുകൊണ്ട് അവരെ പ്രതികളെയൊന്നും ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. അവർക്കെതിരെ കേസൊന്നും എടുത്തിട്ടില്ല. പക്ഷെ പബ്ലിക്കിൽ വെച്ച് ഒരു സ്ത്രീക്കെതിരെയുള്ള അതിക്രമം ആയതുകൊണ്ട് അവരെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. ചേച്ചി ഒരു പരാതി തന്നാൽ ഞാൻ അവർക്കെതിരെ കേസെടുക്കാം. പരാതി എനിക്കൊരു മെയിൽ അയച്ചെന്നാലും മതിയെന്ന് അച്ചു അങ്ങനെ അർച്ചനയോട് പറയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, വേണ്ട മോനെ, വെറുതെ ഇതിലിടപെട്ട് ഈ പ്രശ്നം നീ ഒരു കേസാക്കണ്ട. ഇതിലിടപെട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമായല്ലോ. അവന്മാര് ആ നെല്ലിക്കൽ വിഷുവിന്റെ ആളുകളാണ്. അതുകൊണ്ട് നീയായിട്ട് ഇടപെട്ട് ഇതൊരു പ്രശ്നമാക്കണ്ട. അവര് എന്നോട് അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് നിയമപരമായി കൈകാര്യം ചെയ്തോളാമെന്ന് അർച്ചന അങ്ങനെ അച്ചുവിനോട് പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.